ഹലോ, വെൽക്കം ടു എജുഫിക്സ് അക്കാഡമി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ അസൈൻമെൻ്റ് ആണ്. അസൈൻമെൻറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് ഓർഡർ ചെയ്യുന്നത്, എവിടെ നിന്നാണ് നമുക്ക് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നത്, എന്തൊക്കെ ഗൈഡ് ലൈൻസ് ആണ് നമ്മുടെ ഇഗ്നോ ഈ ഒരു അസൈൻമെൻറ്റ് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ എല്ലാ ഡൗട്ട്സുകളും ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മളുടെ ഇഗ്നോയുടെ ഈ ഒരു അസൈൻമെന്റിന്റെ സ്ട്രക്ചർ നോക്കാം. ആദ്യം തന്നെ നമുക്ക് വെക്കേണ്ട കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തതാണ് നമ്മുടെ ഇവാലുവേഷൻ ഷീറ്റ് എന്ന് പറയുന്നത്. രണ്ട് ഇവാലുവേഷൻ ഷീറ്റാണ് നമുക്ക് വെക്കാനുള്ളത്. പിന്നീട് നമ്മൾ വെക്കേണ്ടത് ഒരു പേഴ്സണൽ ഡാറ്റ ഷീറ്റാണ്. അതിനുശേഷം ചില സെന്റേഴ്സ് പറയാറുണ്ട് നിങ്ങളിവിടെ നിങ്ങളുടെ ID കാർഡിന്റെ കോപ്പി വെക്കണം എന്ന് പറയാറുണ്ട്. അങ്ങനെ നിങ്ങളുടെ സ്റ്റഡി സെന്റർ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ID കാർഡിന്റെ കോപ്പി വെക്കാം. അതല്ല എങ്കിൽ നെക്സ്റ്റ് വെക്കേണ്ടത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പിന്നീട് നമുക്ക് ആൻസർ എഴുതി തുടങ്ങാം. അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഷീറ്റ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ഫ്രണ്ട് ഷീറ്റ് നമ്മൾ കൃത്യമായിട്ട് തന്നെ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഫില്ല് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് കൊടുക്കേണ്ടത് നമ്മുടെ എൻറോൾമെന്റ് നമ്പറാണ്. അതായത് 10 അക്ക നമ്പർ. നമ്മുടെ ID കാർഡൊക്കെ ഡൗൺലോഡ് ചെയ്ത് വന്ന് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ കൊടുത്തിട്ടുണ്ടാവും നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു നമ്പർ കൃത്യമായിട്ട് തന്നെ ഇവിടെ കൊടുക്കുക. ഇനി നെക്സ്റ്റ് കൊടുക്കേണ്ടത് പ്രോഗ്രാം ആണ്. ഇവിടെ പ്രോഗ്രാമിന്റെ കോഡാണ് കൊടുക്കേണ്ടത്. അതായത് പ്രോഗ്രാം എന്ന് പറയുന്നത് നിങ്ങൾ ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള പ്രോഗ്രാം ഏതാണോ, ഇപ്പോൾ BA ഇംഗ്ലീഷ് ആണെങ്കിൽ BA അത് കൊടുക്കുക, അതിൻ്റെ കോഡ് കൊടുക്കുക. MA സൈക്കോളജി ആണെങ്കിൽ MAPC എന്ന് കൊടുക്കുക. MCOM അങ്ങനെയുള്ള കോഡുകളാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. പ്രോഗ്രാമിൻ്റെ കോഡാണ് കൊടുക്കേണ്ടത്. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ പേര് കൊടുക്കുക. നിങ്ങളുടെ ID കാർഡിൽ നിങ്ങളുടെ പേര് എങ്ങനെയാണോ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ കൊടുക്കുക. ഇനി കോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു അസൈൻമെൻറ്റ് ഏതിൻ്റെ അസൈൻമെൻ്റ് ആണോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ആ ഒരു അസൈൻമെൻറ്റിൻ്റെ കോഴ്സാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാകും കോഴ്സ് കോഡ് എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു കോഴ്സ് കോഡ് നിങ്ങൾ ഇതുപോലെ നോക്കിയിട്ട് എഴുതി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടതാണ് സ്റ്റഡി സെൻറ്റർ കോഡ് നമ്പർ എന്ന് പറയുന്നത്. നമ്മൾ ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ആപ്ലിക്കേഷൻ ഫോം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളത് പ്രിൻ്റ് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാകും നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിൻ്റെ കോഡ് പേര് എന്തൊക്കെയാണ് എന്നുള്ളത്. അത് അറിയാത്തവർ ആപ്ലിക്കേഷൻ ഫോമിൽ പോയിട്ട് നോക്കുക. അതല്ല എങ്കിൽ നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്യുക അതിൻ്റെ കോഡ് എന്താണെന്നുള്ളത്. അത് ജസ്റ്റ് ഇവിടെ ഒന്ന് എഴുതി കൊടുക്കുക. അതിന് അസൈൻമെൻറ്റ് നമ്പർ അതൊന്നും ഫില്ല് ചെയ്യണമെന്നില്ല. പിന്നെ അതിൻ്റെ താഴെ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ ഓഫീസ് യൂസ് ആണ്. അവിടെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു അസൈൻമെൻറ്റ് അവർ നോക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. കണ്ടന്റ് നമ്മൾ എങ്ങനെയൊക്കെയാണ് ആ ഒരു ഇൻഫർമേഷന് എഴുതിയിട്ടുള്ളത് അതൊക്കെ അനലൈസ് ചെയ്തിട്ട് നമ്മുടെ പ്രസൻറ്റേഷൻ അനുസരിച്ചിട്ടൊക്കെയാണ് നമ്മുടെ മാർക്കുകൾ വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു പേജിൽ നിങ്ങൾ ഫില്ല് ചെയ്ത പോലെ തന്നെ നെക്സ്റ്റ് ഇവാലുവേഷൻ ഷീറ്റിലും ഫില്ല് ചെയ്യുക. ഇനി അടുത്തത് വരുന്നത് നമ്മുടെ പേഴ്സണൽ ഡാറ്റ ഷീറ്റാണ്. ഈ പേഴ്സണൽ ഡാറ്റ ഷീറ്റും കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ഫില്ല് ചെയ്തിരിക്കണം. അതിൽ ആദ്യം തന്നെ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ, പിന്നെ നെയിം കൊടുക്കുക, നിങ്ങളുടെ അഡ്രസ്സ് കൃത്യമായിട്ടുള്ള അഡ്രസ്സ് ഇവിടെ കൊടുത്തിരിക്കണം. ഇനി പ്രോഗ്രാം ടൈറ്റിൽ, കോഴ്സ് ടൈറ്റിൽ അത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രോഗ്രാം ടൈറ്റിൽ എന്ന് പറയുന്നത് നിങ്ങൾ ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള പ്രോഗ്രാമിൻ്റെ പേരുണ്ടാവുമല്ലോ ആ ഒരു പ്രോഗ്രാമിൻ്റെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇപ്പോൾ ബാച്ചിലർ ഓഫ് ആർട്സ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാം ടൈറ്റിലാണ്, അത് കൊടുക്കുക. ഇനി നിങ്ങൾ കോഴ്സ് ടൈറ്റിൽ എന്ന് പറയുന്നത് നിങ്ങൾ ഏതിൻ്റെ അസൈൻമെൻ്റ് ആണോ നിങ്ങൾ എഴുതിയിട്ടുള്ളത് ആ ഒരു അസൈൻമെൻറ്റിൻ്റെ ടൈറ്റിൽ ആ ഒരു അസൈൻമെൻറ്റിൻ്റെ പേരാണ് നിങ്ങളിവിടെ കൊടുക്കേണ്ടത്. അതിനുശേഷം കൊടുക്കേണ്ടത് കോഴ്സ് കോഡ്. ഈ കോഴ്സ് കോഡും കോഴ്സ് ടൈറ്റിലും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് അതുപോലെ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി കൊടുക്കുക. ഇതിലൊന്നും നിങ്ങൾ മിസ്റ്റേക്ക് വരുത്താൻ പാടില്ല. കാരണം നിങ്ങളുടെ അസൈൻമെൻറ്റ് ഇതാണ് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു പേജാണ് ഇത്. അതിന് കൊടുക്കേണ്ടത് സ്റ്റഡി സെൻറ്റർ ആണ്. നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട് സ്റ്റഡി സെൻറ്ററിൻ്റെ കോഡ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പേര് കൂടി നിങ്ങൾ എഴുതി കൊടുക്കുക. പിന്നെ കൊടുക്കേണ്ടത് നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന ഒരു നമ്പർ തന്നെ ഇവിടെ കൊടുക്കണം. പിന്നീട് ഇമെയിൽ ID. കാരണം നമ്മുടെ ഈ ഒരു അസൈൻമെൻറ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ID വെച്ചായിരിക്കും അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ എഴുതി കൊടുക്കേണ്ടതുണ്ട്. അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം ഡേറ്റ്, സിഗ്നേച്ചർ എന്നുള്ളത്. അവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ എഴുതി കൊടുക്കുക. ഡേറ്റ് നിങ്ങൾ എപ്പോഴാണോ സബ്മിറ്റ് ചെയ്യുന്നത് ആ ഒരു ഡേറ്റ് നിങ്ങൾ എഴുതി കൊടുത്താൽ മതി. പിന്നെ വരുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഈ ഒരു ചില സെൻറ്റേഴ്സ്
നിങ്ങളുടെ ID കാർഡിന്റെ കോപ്പി ഇവിടെ വെക്കാൻ പറയാറുണ്ട്. അങ്ങനെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നിങ്ങൾ വെക്കേണ്ടത്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റാച്ച് ചെയ്തിട്ട് ഇനി നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണോ അതാണ് നിങ്ങൾ എഴുതേണ്ടത്. അതായത് നിങ്ങൾ ഏത് ടൈം അഡ്മിഷൻ എടുത്ത ആളാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ടൈം, ആ ഒരു എക്സാം, ഇപ്പോൾ ജൂൺ എക്സാം ആണ് വരുന്നതെങ്കിൽ ആ ഒരു ജൂൺ എക്സാമിൻ്റെ ടൈം നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള അസൈൻമെൻറ്റ് ഏതാണോ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. അല്ലാതെ വേറെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന ടൈമിലുള്ള അസൈൻമെൻറ്റുകൾ എഴുതിയിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ പാടില്ല. എപ്പോഴാണോ അതിൻ്റെ വാലിഡ് ഉള്ളത്, വാലിഡിറ്റി ഉള്ള അസൈൻമെൻറ്റ് മാത്രം നിങ്ങൾ നോക്കിയിട്ട് എഴുതുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ ഈ ഒരു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യനിലെ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കണം എന്നുള്ളത്. അതായത് നമ്മുടെ എക്സാമിനൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും, അപ്പോൾ അതിൽ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതില്ല. പക്ഷേ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് സെക്ഷൻ ABC എന്നൊക്കെ പറഞ്ഞിട്ടാണ് തന്നിട്ടില്ലെങ്കിൽ അതിലുള്ള എല്ലാ സെക്ഷനിലെയും എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അതുപോലെ തന്നെ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ 5-6 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കുക, അത് ഫുള്ളായിട്ട് തന്നെ നിങ്ങൾ എഴുതിയിരിക്കണം. നമുക്കിത് ഈ ഒരു ഇവാലുവേഷൻ ഷീറ്റൊക്കെ നമ്മുടെ ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഇവാലുവേഷൻ ഷീറ്റ്, പേഴ്സണൽ ഡാറ്റ ഷീറ്റൊക്കെ ഓരോ സ്റ്റഡി സെന്റേഴ്സും അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അതായത് ചില സ്റ്റഡി സെന്റേഴ്സിന് പേഴ്സണൽ ഡാറ്റ ഷീറ്റൊക്കെ അവരുടെ തന്നെ പേരൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഒന്നും ഇല്ല എന്നാണെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. താഴെ അതിന്റെ ലിങ്ക് കൊടുക്കാം. അപ്പൊ ഈ ഒരു ഓർഡർ എന്ന് പറയുന്നത് എല്ലാ സെന്റേഴ്സും ഈ ഒരു കറക്റ്റ് ഓർഡറിലല്ല പറയാറുള്ളത്. ഇത് ജനറൽ ആയിട്ടുള്ള ഒരു ഓർഡറാണ്. ചില സെന്റേഴ്സ് പറയും ഒരു ഇവാലുവേഷൻ ഷീറ്റ് മതി എന്ന് പറയാറുണ്ട്. ചിലത് ഇവാലുവേഷൻ ഷീറ്റേ വേണ്ട, പേഴ്സണൽ ഡാറ്റ ഷീറ്റ് ഫസ്റ്റ് വെച്ചാൽ മതി എന്ന് പറയാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്റ്റഡി സെന്റർ എന്താണോ പറയുന്നത് അതുപോലെ ആയിരിക്കണം നിങ്ങൾ നിങ്ങളുടെ അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അഡ്മിഷൻ എടുത്ത് പിന്നീട് നമുക്ക് ഈ ഒരു കാര്യം വാട്സപ്പ് ഗ്രൂപ്പിലൂടെയൊക്കെ ആയിരിക്കും നമ്മുടെ സ്റ്റഡി സെന്റേഴ്സ് അറിയിക്കുന്നുണ്ടായിരിക്കുക. ഇനി അറിയിച്ചിട്ടില്ല എന്നാണെങ്കിൽ, അങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ ഈ ഒരു രീതിയിൽ, അതായത് 2 ഇവാലുവേഷൻ ഷീറ്റ് വെക്കുക, പേഴ്സണൽ ഡാറ്റ ഷീറ്റ്, ക്വസ്റ്റ്യൻ പേപ്പർ, ആൻസർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വെച്ചിട്ട് എഴുതാവുന്നതാണ്. ഇനി അടുത്തത് നമ്മുടെ ആൻസർ എഴുതുന്നതിനെ കുറിച്ചാണ്. അതായത് ആൻസർ എഴുതുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആൻസർ ഏത് പേപ്പറിലാണ് എഴുതേണ്ടത്. അതായത് അത്യാവശ്യം കട്ടിയുള്ള നല്ല ക്വാളിറ്റിയുള്ള നമ്മുടെ A4 ഷീറ്റിൽ നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾക്ക് ലൈൻഡ് ആയിട്ടുള്ള പേപ്പേഴ്സിൽ എഴുതാം, ലൈൻഡ് അല്ലാത്ത പേപ്പേഴ്സിൽ എഴുതാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള പേപ്പർ തന്നെ യൂസ് ചെയ്യാം. ഇതിന്റെ മാർജിൻ ആണ്. അതായത് നമ്മുടെ ഇഗ്നോയുടെ ഗൈഡ് ലൈൻസിൽ പറയുന്നത് 4 സെന്റിമീറ്റർ ഒരു ഭാഗത്ത് വിടണം, 2 സെന്റിമീറ്റർ ഒരു ഭാഗത്ത് വിടണം, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കേണ്ട. നമ്മൾ ടൈഡ് ചെയ്യുന്ന നമ്മുടെ അസൈൻമെന്റ് കെട്ടിവെക്കുന്ന ഭാഗത്ത് കുറച്ച് അധികം സ്പേസ് വിടുക. ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഒരു സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ ഒക്കെ വിട്ടിട്ട് നിങ്ങൾക്ക് എഴുതാൻ തുടങ്ങാവുന്നതാണ്. അസൈൻമെന്റ് എഴുതി തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് പേപ്പേഴ്സ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ താഴെയായിട്ട് പേപ്പറിന്റെ എണ്ണം എത്രാമത്തെ പേപ്പറാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ലാസ്റ്റ് കെട്ടിവെക്കാനൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ നമുക്ക് ഈ ഒരു ആൻസർ എഴുതി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായിട്ട് തന്നെ എഴുതി കൊടുക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യന് 1 എന്ന് കൊടുത്തിട്ട് നിങ്ങൾക്ക് ആൻസർ എഴുതി തുടങ്ങാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നെ എഴുതണം എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് നിങ്ങൾക്ക് ആൻസർ എഴുതാം. ഇനിയിപ്പോൾ വലിയ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ നിൽക്കാതെ നിങ്ങൾക്ക് ആൻസർ തന്നെ എഴുതി തുടങ്ങുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ അസൈൻമെന്റ് കൃത്യമായ ഓർഡറിൽ തന്നെ നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് 2ാമത്തെ ക്വസ്റ്റ്യൻ, അത് കഴിഞ്ഞ് 3ാമത്തെ ക്വസ്റ്റ്യൻ, അങ്ങനെയുള്ള ഒരു രീതിയിൽ തന്നെ നിങ്ങൾ മുൻപോട്ട് കൊണ്ടുപോവുക. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ് അടുത്ത ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ തുടങ്ങുമ്പോൾ നെക്സ്റ്റ് ഒരു പേജിൽ തന്നെ തുടങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ഏകദേശം ഒരു 3 ലൈൻസ് ഒക്കെ നിങ്ങൾ എഴുതിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു സ്പേസ് വിട്ടിട്ട് നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ തുടങ്ങാം. അതല്ല എങ്കിൽ നിങ്ങൾ വേറെ ഒരു പേപ്പറിൽ, പുതിയൊരു ഫ്രഷ് പേപ്പറിൽ തുടങ്ങുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ ആയിട്ട്. ഇനിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അതായത് നമ്മുടെ 2 ഭാഗത്തും ഒരു പേപ്പറിന്റെ 2 ഭാഗത്തും എഴുതണോ അതല്ല ഒരു ഭാഗത്ത് മാത്രം എഴുതിയാൽ മതിയോ എന്നുള്ളത്. അധിക സ്റ്റഡി സെന്റേഴ്സും പറയാറുള്ളത് ഒരു ഭാഗത്ത്, പേപ്പറിന്റെ ഒരു ഭാഗത്ത് മാത്രം എഴുതിയാൽ മതി എന്നാണ്. JDT പോലെ ചില സെന്റേഴ്സ് മാത്രമാണ് 2 സൈഡിലും, നമ്മുടെ പേപ്പറിന്റെ 2 സൈഡിലും തന്നെ എഴുതിയിട്ട് വേണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പേജ് ലിമിറ്റ് ഒക്കെ ചില സെന്റേഴ്സ് പറയാറുണ്ട്. 30 പേജസ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ 60 പേജസ് ആണ് വേണ്ടത്. 2 ഭാഗത്ത് എഴുതുന്നുണ്ടെങ്കിൽ JDT പറഞ്ഞിട്ടുള്ളത് 2 ഭാഗത്തും എഴുതാം. അതുപോലെ തന്നെ അവരുടെ പേപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 30 പേപ്പറാണ് ഉദ്ദേശിക്കുന്നത്, പേജ് അല്ല. അതുപോലെ മിനിമം ഒരു
നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾ 20-25 പേജസ് ഒക്കെ നിർബന്ധമായിട്ടും നിങ്ങൾ അസൈൻമെന്റ് എഴുതിയിരിക്കണം. ഇനി കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് പെന്ന് ഏതാണ് യൂസ് ചെയ്യാൻ കഴിയുക എന്നുള്ളത്. അതായത് നിങ്ങൾക്ക് ബ്ലാക്ക് ഓർ ബ്ലൂ യൂസ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ അധിക സെന്റേഴ്സും പറയുന്നത് ബ്ലൂ ഇങ്ക് വെച്ച് വേണം നിങ്ങൾ അസൈൻമെന്റ് എഴുതാൻ എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ചില സ്റ്റുഡൻസ് ബ്ലാക്ക് ഇങ്ക് കൊണ്ട് എഴുതി അത് അതുപോലെ തന്നെ പ്രിന്റ് എടുത്ത് വേറൊരു സ്റ്റുഡൻറ്റും കൂടി അത് സബ്മിറ്റ് ചെയ്യുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് സ്റ്റഡി സെന്ററിലെ ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നു. അതുകൊണ്ടാണ് ബ്ലൂ ഇങ്ക് കൊണ്ട് ഇനി എക്സാം നിങ്ങളുടെ അസൈൻമെന്റ് എഴുതാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ സ്റ്റഡി സെന്റേഴ്സ് എന്തൊക്കെയാണോ ഇൻസ്ട്രക്ഷൻ തന്നിട്ടുള്ളത് അതുപോലെ ആയിരിക്കണം നിങ്ങൾ അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അസൈൻമെന്റുകളൊക്കെ എഴുതി കഴിഞ്ഞ് ലാസ്റ്റത്തെ ഒരു പേജ് എന്ന് പറയുന്നത് അവിടെ കുറച്ചൊരു സ്പേസ് വിടുന്നത് നന്നായിരിക്കും. കാരണം നമ്മുടെ ഈ ഒരു അസൈൻമെന്റ് നോക്കിയിട്ട് അവർക്ക് എന്തെങ്കിലും ഇംപ്രഷൻസോ എന്തെങ്കിലും എഴുതണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്പേസ് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അതല്ല എങ്കിൽ നിങ്ങളുടെ അസൈൻമെന്റ് എഴുതി നിങ്ങൾ ലാസ്റ്റ് വരെ എത്തിയെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ പേപ്പർ നിങ്ങളുടെ അസൈൻമെന്റിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നത് നന്നായിരിക്കും. അസൈൻമെന്റ് ഒക്കെ കെട്ടിവെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നമ്മുടെ അസൈൻമെന്റ് ഒരിക്കലും ബൈൻഡ് ചെയ്യുവാനോ അതല്ലെങ്കിൽ സ്റ്റാപ്ലർ കൊണ്ട് പിൻ ചെയ്ത് വെക്കുവാനോ പാടില്ല. അതുപോലെ തന്നെ ഫയൽ യൂസ് ചെയ്യാനും പാടില്ല. നമുക്കിവിടെ യൂസ് ചെയ്യേണ്ടത് ഇതുപോലെയുള്ള ത്രെഡാണ്. ഈ ഒരു ത്രെഡ് കൊണ്ട് ഇവിടെ ഹോൾസ് ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ കെട്ടിവെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ എഴുതുന്ന ആൻസേഴ്സിൽ നിങ്ങൾക്ക് ചാർട്ടുകളും ടാബിളുകളും അതുപോലെ തന്നെ എന്തെങ്കിലും ഗ്രാഫ്സ് ഒക്കെ വരക്കാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങളുടെ ആൻസേഴ്സ് ഷോ അപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതുപോലെയുള്ള ട്രിക്കുകൾ നിങ്ങളുടെ അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുക. അതുപോലത്തെ നിങ്ങളുടെ ആൻസേഴ്സ് ഓരോ പാരഗ്രാഫായിട്ട് തരം തിരിച്ചിട്ട് തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ എഴുതുന്ന പോയിന്റ്സ് കൃത്യമാണ് എന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് അതിന് അണ്ടർലൈൻ ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അസൈൻമെന്റ് കുറച്ച് അട്രാക്റ്റീവ് ആക്കാവുന്നതാണ്. നമ്മുടെ ഈ ഒരു അസൈൻമെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് സ്റ്റഡി സെന്റേഴ്സിലാണ്. അത് നിങ്ങൾക്ക് പോയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല എങ്കിൽ പോസ്റ്റലായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. ഇത് പോയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ തന്നെ പേഴ്സണലി പോകണമെന്നില്ല. നിങ്ങളുടെ ആർക്കെങ്കിലും പോയിട്ട് നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ചില സ്റ്റഡി സെന്റേഴ്സ് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതിയിട്ടുള്ള അസൈൻമെന്റെങ്കിൽ അതിന്റെ സ്കാൻഡ് കോപ്പി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി സെന്റേഴ്സിൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഓൺലൈനായിട്ടോ അതല്ല ഓഫ്ലൈൻ ആയിട്ടോ എങ്ങനെയാണെങ്കിലും സബ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയായാലും അതിന്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും. അതായത് എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ഈ ഒരു അസൈൻമെന്റ് നമുക്ക് നഷ്ടപ്പെടുകയോ അതല്ല എങ്കിൽ ഇവാലുവേഷൻ നടക്കാതെ പോവുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് രണ്ടാമത് ഒന്നുകൂടി ഇത് സബ്മിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു അസൈൻമെന്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് സബ്മിറ്റ് ചെയ്യാൻ കഴിയുക. അതുകൊണ്ട് അതിന്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്ത് വെക്കണം എന്നുള്ളത് ഇഗ്നോയിൽ നിർബന്ധമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും അതുപോലെ തന്നെ ഫേസ്ബുക്ക് ലിങ്കും ഇൻസ്റ്റാഗ്രാം ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക്